Good morning, students. Okay, well, once again, welcome back to our social science class. We know that last class we have discussed the Indian Constitution and fundamental rights. Fundamental rights. We know that in the preamble of Indian Constitution ensures some socio-political and economic objectives. Our Constitution's preamble of Indian Constitution ensures some socio-political and economic objectives. In order to achieve these objectives, some provisions also included in our Constitution. The provisions like fundamental rights, fundamental duties and directive principles ഒക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആമുഖത്തിൽ അല്ലേ. ലൈക്ക് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായി ചില പ്രൊവിഷൻസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് fundamental duties. And we know that what are the fundamental rights, last class we have discussed right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and education rights, right to constitutional remedies. These are the 6 fundamental rights ensures by our constitution അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 6 അവകാശങ്ങളാണ് ഈ പറയുന്ന അല്ലേ. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ, ഏത് മതത്തിലും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ ലാസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇൻ കേസ് എങ്ങാനും ഈ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, കോടതിയെ സമീപിച്ച് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് പുനഃസ്ഥാപിക്കാനുള്ള അവകാശവും ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട് അല്ലേ. ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, വളരെ വിശദമായിട്ട് ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദി ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഓൾ ആർ ഈക്വൽ. ഓൾ ദി ഇന്ത്യൻ സിറ്റിസൺസ് ആർ ഈക്വൽ. ഇന്ത്യയിലെ എല്ലാവരും എന്താ? ഈക്വലാണ്, സമന്മാരാണ്. അതിനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ സിറ്റിസൺസിനും ഉണ്ട് അല്ലേ. വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ഫോർ എക്സാമ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് കളർ, ക്രീഡ്, റിലീജിയൻ, ലാംഗ്വേജ് ഓർ എനി എക്സെട്ര അല്ലേ, എനി അതർ തിങ്. അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും തുല്യരാണ് അല്ലേ. അതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ കട്ടിംഗ്. ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഫോർ ഡിമോളിഷിംഗ് ദി കാസ്റ്റ് ഫോർട്ട് ഇൻ മാധ്യമപുരം വില്ലേജ്. അല്ലേ, ഒരു ജാതി വിവേചനത്തിനെ കുറിച്ചുള്ള ഒരു ഹെഡ്ലൈനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. ആൻഡ് ഹിയർ ഇൻ ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്
which describes different types of discriminations, different types of discrimination in Madhipuram village, like discrimination on the basis of caste, discrimination or gender inequality, male or female inequality, sex discrimination or gender inequality, discrimination based on place of birth, അല്ലേ? അങ്ങനെയുള്ള പല ഡിസ്ക്രിമിനേഷൻസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്, അല്ലേ? ജെൻഡർ ഇൻഇക്വാലിറ്റി, സ്ത്രീ പുരുഷ അസമത്വം, അതുപോലെ വിവേചനം, ദെൻ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്, ഇല്ലേ? ഓരോ ജന്മസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. And our society is one which is having various inequalities and discrimination of different types, and we know that like in different parts of the our country various different types of inequalities are existed. Right to equality, the right to one of the most important fundamental right, that is right to equality, stands for abolishing all these types of social inequalities existed in our country, and to ensure equality, this fundamental right, that is a right to equality, for what? To abolish all the type of inequalities which existed in our country, and to ensure equality. Right to equality എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് എഴുതി ചേർത്തത് ഇന്ത്യയുടെ പല ഭാഗത്തും വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ, inequalities, അത് മേ ബി ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയൻ, കളർ, പ്രൈസ് ഓഫ് ബർത്ത് ഓർ എനിത്തിങ്, അല്ലേ? അങ്ങനെ എന്തും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഇൻഇക്വാലിറ്റിയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും നിലവിലുണ്ട്. ഇപ്പോഴും ചില ഭാഗത്തൊക്കെ ചില ഇൻഇക്വാലിറ്റീസ് നിലനിൽക്കുന്നു, അല്ലേ? ആ ഇൻഇക്വാലിറ്റിയൊക്കെ അബോളിഷ് ചെയ്യുക, വൺ ഓഫ് ദി എയിം ഓഫ് ദി റൈറ്റ് ടു ഈക്വാലിറ്റി, അല്ലേ? അബോളിഷ് ദി ഓൾ ടൈപ്സ് ഓഫ് ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ അവർ കൺട്രി, and to ensure equality. അങ്ങനെ അത് അബോളിഷ് ചെയ്ത് എല്ലാവർക്കും സമത്വം പ്രദാനം ചെയ്യുക, സമത്വം ഉറപ്പുവരുത്തുക. അതാണ് റൈറ്റ് ടു ഇൻഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദി റൈറ്റ് ടു ഈക്വാലിറ്റി ആർ ensure equality before law. First one is by this fundamental right we mean that ensure equality before law. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, എല്ലാ സിറ്റിസൺസും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്, അവിടെ യാതൊരു വിവേചനവും ഇല്ല. ദാറ്റ്സ് ഈക്വാലിറ്റി ബിഫോർ ലോ മീൻസ് ദാറ്റ് all are equal before law, before the legal system. Whatever be the official position and power, one should not be above the law. അല്ലേ? ഏത് അധികാരവും ഏത് പവർ ഉണ്ടെങ്കിലും ഏതൊരാളും നിയമത്തിന് അതീതരല്ല, അല്ലേ? നിയമത്തിനെ മറികടക്കാൻ ഒരു വ്യക്തിക്കും തന്നെ സാധ്യമല്ല. അതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എൻഷുർ ചെയ്യുന്നത്. എന്താണ് എൻഷുർ? or right to equality ensure equality before law. Then prohibition of discrimination on the basis of caste, religion, race, sex, place of birth, etc. prohibition of discrimination, അല്ലേ? ഈ പറഞ്ഞ സ്ത്രീ പുരുഷ വേർതിരിവ്, അതുപോലെ ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഈ പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ensure equality of opportunity in public employments, അല്ലേ? ഗവൺമെൻറ് സർവീസിലൊക്കെ എല്ലാവർക്കും തുല്യ അവസരം എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും ഈ റൈറ്റ് ടു ഈക്വാലിറ്റി, അല്ലേ? എല്ലാവർക്കും എന്ത് ചെയ്യാം? അവനവൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം? മത്സര പരീക്ഷകളിലോ സർക്കാർ സംവിധാനങ്ങളിലോ സർക്കാർ സർവീസിലേക്കുള്ള പരീക്ഷകൾ, സർവീസിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാം. അതാത് ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്യാം? പങ്കെടുക്കാം. അവിടെ യാതൊരു വിവേചനവും ഇല്ല. എൻഷുർ ദി ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്സ്. ദെൻ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അല്ലേ? തൊട്ടുകൂടായ്മ അത് ഇല്ലാതെയാക്കുക. അത് ഈ പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ പാർട്ട് ഓഫ് റൈറ്റ് ടു ഈക്വാലിറ്റി.
abolition of untouchability, then abolition of titles, abolition of title. എന്താ abolition of titles അല്ലേ? ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചില ഇന്ത്യൻ ഒഫീഷ്യൽസിന് ചില പദവികൾ ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു. ആ പദവികളൊക്കെ അബോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതെയാക്കുക, അതിനെ നീക്കം ചെയ്യുക. ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റെജീം ദി ഇന്ത്യൻ ബ്യൂറോക്രാറ്റ്സ് ഹു ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബ്രിട്ടീഷ് വർ ഗിവൺ ടൈറ്റിൽസ് ആൻഡ് പൊസിഷൻസ് അല്ലേ? ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന, താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ചില ബഹുമതികൾ ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു. ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഒപ്പോസ് ദി മിസ്യൂസ് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് പൊസിഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കൊളോണിയൽ ഇൻട്രസ്റ്റ് അല്ലേ? അതാണ് ഈ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാലഘട്ടത്തിൽ വെൻ വി ഫ്രെയിം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ദി അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് is a part of right to equality. Right was a part of right to equality. ആ സമയത്ത് ഇന്ത്യയിലെ പല ബ്യൂറോക്രാറ്റ്സിനും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ അവാർഡുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടൈറ്റിൽസ് കിട്ടിയിരുന്നു, പല പൊസിഷൻ കൊടുത്തിരുന്നു. അതിനെയൊക്കെ അബോളിഷ് ചെയ്യുക. എന്നിരുന്നാൽ പോലും ഗിവിംഗ് പ്രിഫറൻസ് ടു വുമൺ, ചിൽഡ്രൻ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ടു റൈറ്റ് ടു ഈക്വാലിറ്റി. വി നോ ദാറ്റ് ദി such type of reservations അല്ലേ, in the election, in the government services, for and so on, in the private sector also അല്ലേ, to women, children and backward classes. That's not against the right to equality. അത് സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ എതിരല്ല. ഏത് ചില സമൂഹത്തിലെ വീക്കർ സെക്ഷൻസ്, അത് ചിലപ്പം ഈ പറഞ്ഞ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ വുമൻസ് ആയിരിക്കാം, ചിൽഡ്രൻ ആയിരിക്കാം, അവർക്കൊക്കെ ചില ആനുകൂല്യങ്ങൾ, ചില റിസർവേഷനൊക്കെ കൊടുക്കുന്നത് അത് റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് എഗൻസ്റ്റ് അല്ല. ഓൺ ദി അതർ ഹാൻഡ്, ബൈ ഗിവിംഗ് പ്രിഫറൻസ്, ഇൻഇക്വാലിറ്റി ക്യാൻ ബി അവോയ്ഡഡ് ആൻഡ് ഈക്വാലിറ്റി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. എന്താ നമ്മൾ അങ്ങനെ ഈ വീക്കർ സെക്ഷൻസിന് ഈ പറയുന്ന ചില റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഇന്നിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അത്തരം ആൾക്കാർക്ക് ഒരു ഈക്വൽ പരിഗണന നൽകുന്നതിൻ്റെ ഭാഗമാണ് അല്ലേ? അവരെയും സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവണതയാണ് ഈ പറഞ്ഞ സച്ച് ടൈപ്പ് ഓഫ് റിസർവേഷൻസ്. ഇൻ ഷോർട്ട്, റൈറ്റ് ടു ഈക്വാലിറ്റി ensures what? Which ensures the equality before law, prohibition of discrimination on the basis of caste, color, creed, race, sex, place of birth, etc. Then ensure equality of opportunity in public employments, abolition of untouchability, abolition of titles. Okay. Then the second one is right to freedom. Here is a picture in your textbook which shows the Dr. B.R. Ambedkar. Who was B.R. Ambedkar? B.R. Ambedkar was the architect of our constitution, of Indian constitution or constitution of India. Architect അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പിയാണ് B.R. Ambedkar. We know that അല്ലേ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? B.R. Ambedkar was the architect of Indian constitution, and he addressing the public, and the peaceful gathering to listen the speech is given. These two are related to certain freedoms guaranteed by the Indian constitution. That's which shows this picture shows what? Freedom to speech and expression. This is a part of freedom. Then freedom to assemble peacefully. This is also part of right to freedom. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഈ തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഹിയർ ദി പിക്ചർ ഷോസ് എന്താ? ഫ്രീഡം ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ? നമ്മുടെ ആശയങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി അല്ലേ? വളരെ സമാധാനപരമായിട്ട് കൂടിച്ചേരാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി. അതെങ്ങനെ ആയിരിക്കണം? വിത്തൗട്ട് ആംസ് അല്ലേ? വിത്ത് ആംസ് ആകുമ്പോൾ അത് അൺലോഫുൾ ആക്ടിവിറ്റി ആയിട്ട് മാറും, അത് തടയപ്പെടേണ്ടതാണ്. പക്ഷേ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്താ? അത് ഒരു പാർട്ട് ഓഫ്
പാർട്ട് ഓഫ് റൈറ്റ് ടു ഫ്രീഡം അല്ലേ, റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് റൈറ്റ് ടു അസംബിൾ. ആൻഡ് ബിസൈഡ് ദീസ് ടു, ദാറ്റ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ബിസൈഡ്സ് ദീസ് ടു, these rights also included as a part of this right to freedom. What are they? Freedom to form associations. We know that a number of associations in our society, political parties or religious associations or the charity associations and so on, number of associations. അതിനുള്ള അവകാശം ആർക്കുണ്ട്? ഇന്ത്യയിലെ ഓരോ സിറ്റിസൺസിനുമുണ്ട്. അത് പാർട്ട് ഓഫ് വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്, പാർട്ട് ഓഫ് ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, ദെൻ ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ അല്ലേ, ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ. ഒരു കേരളൈറ്റിന് വേണമെങ്കിൽ കശ്മീരിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചാബിൽ പോവാം, ആന്ധ്രയിൽ പോവാം, കർണാടകത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്യാം. ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ വിതൗട്ട് എ പാസ്പോർട്ട് ഓർ വിസ ആൻഡ് സോ ഓൺ. ആൻഡ് ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ അല്ലേ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, ഏത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം ഇന്ത്യക്കകത്ത്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ഫ്രീഡം അല്ലേ. ആൻഡ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അല്ലേ, എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം റൈറ്റ് ടു ഫ്രീഡം എൻഷുർ ചെയ്യുന്നു. ദെൻ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 ഓൾസോ എ പാർട്ട് ഓഫ് റൈറ്റ് ടു ഫ്രീഡം അല്ലേ. എല്ലാ കുട്ടികൾക്കും ഏതാ ഇൻ ബിറ്റ്വീൻ 6 to 14 നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം, കൊടുത്തോളണം അല്ലേ. പാർട്ട് ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ അല്ലേ, പാർട്ട് ഓഫ് റൈറ്റ് ടു ഫ്രീഡം. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അല്ലേ, പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അല്ലേ. ഈ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യുക, തടങ്കലിൽ വെക്കുക, അങ്ങനെയുള്ള ഇതിനൊക്കെ എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ റൈറ്റ് ടു ഫ്രീഡം നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് എൻഷുർ ചെയ്യുന്നു അല്ലേ. ആൻഡ് right to freedom is very important in a democratic state. The above mentioned fundamental right helped in empowering democratic culture in India. We know that in India follows in a democratic system of government. In a democratic system, freedom, right to freedom is an essential one, is an inevitable fundamental right. And at the same time, all these are subject to some restrictions. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ റൈറ്റുകൾ ചില റെസ്ട്രിക്ഷൻസിന് വിധേയമാണ് അല്ലേ. അവിടെ നമ്മൾ അക്രമകാരികളാകാൻ പാടില്ല, മറ്റുള്ളവരുടെ ഈ പറയുന്ന ഫ്രീഡത്തെ ടാക്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഓൾ ദീസ് ആർ സബ്ജക്റ്റ് ടു സം റെസ്ട്രിക്ഷൻസ്. ദേ കനോട്ട് ബി എൻജോയ്ഡ് ഇൻ സച്ച് എ വേ ടു കോസ് ത്രെറ്റ് ടു ദി യൂണിറ്റി ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഓഫ് ദി കൺട്രി അല്ലേ. ഓൾ ദീസ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ ഈ റൈറ്റ് ടു ഫ്രീഡം എന്താകാൻ പാടില്ല? cannot be enjoyed in such a way to cause threat to the unity and peaceful atmosphere or integrity of the nation. അങ്ങനെ ആകാൻ പാടില്ല. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും ഭീഷണിയാകുന്ന രീതിയിലുള്ള ഒരു ത്രെട്ടായിട്ട് മാറാൻ നമ്മുടെ ഈ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതർവൈസ് all these freedom, right to freedom ensures all these things. Okay, clear? Okay, let's conclude today's class. Thank you.